ശബരിമല സ്വർണ്ണപ്പാളി കവർന്ന കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ 14 വരെ റിമാൻഡിൽ. പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ചെമ്പുപാളിയെന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയ തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതുപ്രകാരം പ്രവർത്തിച്ചുവെന്നാണ് സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. താൻ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുധീഷ് കുമാർ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളിലും വെറും ചെമ്പ് തകിടുകളെന്ന് രേഖപ്പെടുത്തി. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരത്ത് അറസ്റ്റിലായ സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു.